ഏതായാലും അൻവർ അതിശക്തമായ സാന്നിധ്യം അറിയിച്ചില്ലെങ്കിലും അൻവർ ഇഫക്റ്റ് ഉണ്ടായിരുന്നു നിലമ്പൂരിൽ എന്നുള്ളതും വ്യക്തമാവുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് പിടിച്ച് തന്നെയാണ് UDF കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരും ഉറ്റുനോക്കിയ BJPക്ക് എന്ത് എന്നുള്ള ചോദ്യത്തിന് BJP കഴിഞ്ഞ തവണത്തെ കണക്കുകൾ 8706 ആയിരുന്നു എന്നുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 8706 എത്തുകയാണ്. 8595 എന്നുള്ള 2021 നിലയിൽ നിന്നും മുകളിലേക്ക് തന്നെയാണ്. അതായത് BJPയുടെ വോട്ട് എങ്ങോട്ടോ പോയി എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായ കണക്കുകൾ നിരത്താൻ BJPക്ക് തക്കവണ്ണമുള്ള വോട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഏതായാലും നമുക്ക് ജേക്കബ് ജോർജ് സാറിലേക്ക് പോകുമ്പോൾ, സാർ ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വലിയ കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തിയെങ്കിലും തുടക്കം മുതൽ UDF പറഞ്ഞ ആത്മവിശ്വാസത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് തന്നെ നേടും, തങ്ങളുടെ ബാപ്പൂട്ടി തന്നെ നേടുമെന്ന് നിലമ്പൂരുകാർ പറഞ്ഞത് ശരിയാകുന്ന ഒരു കാഴ്ച. ഏതായാലും ഇതിനിടയിൽ PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട്. ഈ കണ്ണടച്ചിരുട്ടാക്കാതെ ഇനിയെങ്കിലും കണ്ണു തുറന്ന് UDF കാണണമെന്നും ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി മനസ്സിലാകുമെന്നുള്ള കണക്കുകൂട്ടലുകളും ഇപ്പോൾ അൻവർ തന്നെ മുന്നോട്ടും വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ്? വഴി മുടങ്ങിപ്പോയി എന്ന് ഇടയ്ക്ക് വഴിക്കടവിൽ കരുതിയെങ്കിലും ആ ഒരു UDFനത് തുടരാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമരമ്പലം വരെ എത്തുമ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെ തുടരുകയാണ്. എന്ത് തോന്നുന്നു സാർ? അതെ, എനിക്ക് ആദ്യം പ്രഥമമായിട്ടുള്ള ചിന്ത വരുന്നത്, നമ്മളൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ കേരള രാഷ്ട്രീയം ഇങ്ങനെ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണി, മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ ഈ രണ്ട് ചേരികൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ് കേരളത്തിൽ സാമാന്യേന എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV അൻവർ, അതൊരു അൻവർ തന്ത്രമായിരുന്നു. ഇടതുപക്ഷം ശരിക്കും CPM നേതൃത്വം പ്രയോഗിച്ച ഒരു അൻവർ തന്ത്രത്തിലൂടെ 2 തവണ നിലമ്പൂർ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ CPMന് കഴിഞ്ഞു. CPMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ കോൺഗ്രസ് അതിശക്തമായിട്ട് അതും അൻവറിനെ ഉപയോഗിച്ച് അൻവറിനെ കൂടെ നിർത്താമെന്ന് പറഞ്ഞു. ഒടുവിൽ അൻവറിൻ്റെ പിടിവാശി, അൻവറിന് അത് വേണം ഇത് വേണം, അൻവർ പറയുന്ന ആളെ UDF കാൻഡിഡേറ്റ് ആക്കണം, കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്നിങ്ങനെയുള്ള നിർബന്ധമുത്തി ഒടുവിൽ അൻവറിനെ തഴിഞ്ഞും കൊണ്ടുള്ള ഒരു അൻവർ തന്ത്രമാണ് കോൺഗ്രസ് പ്രയോഗിച്ചത്. ഒരു വശം ആദ്യം പിണറായി വിജയൻ അൻവറിനെ കൂടെ നിർത്തി സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം പിടിച്ചെടുക്കാൻ ഉപയോഗിച്ച അൻവർ തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സാക്ഷാൽ VD സതീശൻ വേറൊരു മറച്ചൊരു ട്വിസ്റ്റോടുകൂടി അൻവർ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ VD സതീശൻ്റെ ബുദ്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഓരോ നേതാക്കൾ വരുന്ന സമയത്ത് നടത്തുന്ന പ്രയോഗങ്ങൾ, നടത്തുന്ന രാഷ്ട്രീയ കളികൾ, ആ കളികൾക്കൊക്കെ അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്, അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് പോലെ. ശരിക്കും ഇത് നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അതിലപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെ കോൺഗ്രസിന് ജയിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ഈ കാര്യത്തിൽ VD സതീശന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ്. അത് ഒരു വലിയ നേട്ടമാണ്. വ്യക്തിപരമായിട്ട് VD സതീശൻ്റെ നേട്ടമാണ്. രാഷ്ട്രീയമായിട്ടത് കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും നേട്ടം തന്നെയാണ്. സാക്ഷാൽ ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാം.